ദൈവത്തിന് അതിപരിശുദ്ധമായ നാമത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതി വചനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ചിന്ത യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ്. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. യെശയ്യാവ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രവചന വാക്യമാണ് നമ്മൾ ഈ പകൽക്കാലം ധ്യാന ചിന്തയ്ക്കായെടുത്തത്. ഒരു ശിഷ്യന് ഉള്ള 3 ഗുണവിശേഷങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒന്ന്, ദൈവം അവനെ രാവിലെ ഉണർത്തും. 2, ദൈവം അവന് ദൈവത്തിൻ്റെ വാക്ക് അവൻ്റെ ചെവിയിൽ കൊടുക്കും. 3, സമയാസമയത്ത് പറയേണ്ട വാക്ക് പറയാൻ അവൻ്റെ നാവിന് കഴിവ് കൊടുക്കും. എത്ര മനോഹരമായ, എത്ര അനുഗ്രഹീതമായ ഒരു ജീവിതമാണ്. ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും കൂടെയാ ഈ ധ്യാന ചിന്തയിൽ എടുക്കുന്നത്. ദൈവമക്കളെ, ഓരോ ദിവസവും നാം പറയേണ്ടത് പറയാൻ നമുക്കിടയാകുന്നെങ്കിൽ നമ്മൾ ജയിച്ചു. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ വാക്കുകൾ ഒരു ദിവസം മുഴുവനും റെക്കോർഡ് ചെയ്തിട്ട് നാം തന്നെ അതൊന്ന് കേട്ടാൽ എത്ര വാക്കുകൾ പറയേണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു, എനിക്കെങ്ങനെ ഉണ്ടാകാറുണ്ട്. ഈ വാക്ക് പറയേണ്ടിയില്ലായിരുന്നു. എന്നാൽ ഇവിടെ നമുക്കൊരു അനുഗ്രഹീതമായ ഒരു വാക്ക് കിടക്കുകയാണ്. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. പറയേണ്ട വ്യക്തികളോട് പറയേണ്ടത് പറയാൻ തക്കവണ്ണം നമ്മുടെ നാവ്, ഹല്ലേലൂയ, ദൈവം ഉപയോഗിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ഓരോ വ്യക്തികളും വ്യത്യസ്തമായ ജീവിത നിലവാരത്തിലുള്ള ആളുകളാകാം. പ്രൈസ് ദി ലോർഡ്. ചില ആളുകൾ വേദനയിൽ, ഭാരത്തിൽ, ദുഃഖത്തിൽ ആയിരിക്കാം. യഥാർത്ഥമായി അവർക്കൊരാശ്വാസം ആവശ്യമുണ്ട്. അവരോട് ആശ്വാസത്തിന്റെ വാക്കുകളും പ്രത്യാശയുടെ വാക്കുകളും പറയാൻ നമുക്കിടയാകുന്നു എങ്കിൽ എത്ര മനോഹരമാണ്. ചില ആളുകൾ നമ്മുടെ അടുക്കലേക്ക് വരുന്നത് നമ്മളെ അളക്കുവാനായിരിക്കും. എന്ന് വെച്ചാൽ ഈ വ്യക്തി ആരാണ്, അല്ലെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുവാനായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് അത് ലഭിച്ചിട്ട് നമ്മളെ തെറ്റുകാരാക്കാനായിരിക്കും. യേശുവിൻ്റെ അനുഭവത്തോട് ചേർത്ത് ഇതൊക്കെ പറയേണ്ടതാണ്. ആ വ്യക്തിക്ക് കൊടുക്കേണ്ട ഉത്തരങ്ങൾ ആ സമയത്ത് നമ്മുടെ നാവിൽ ലഭിച്ചാൽ അതെത്ര മനോഹരമാണ്. പ്രൈസ് ദി ലോർഡ്. ചില വിഷയങ്ങൾക്ക് ഉത്തരം കിട്ടാതെ, ചിലത് സ്തോത്രം അവരുടെ ജീവിതം സ്റ്റക്കായി മുൻപോട്ട് പോകാൻ കഴിയാതെ ഇരിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ടാകാം. അവർക്ക് അവരുടെ ആവശ്യം അറിഞ്ഞൊരു ഉത്തരം പറയാൻ ആ സമയത്ത് നമുക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര മനോഹരമാണ്. അപ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: ശിഷ്യന്റെ നാവെന്നുള്ളത് ഓരോ സീസണിലും, എന്ന് വെച്ചാൽ ഓരോ സമയത്തും എന്താണ് പറയേണ്ടത് അത് പറയാൻ ആ നാവിന് കഴിയുമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ജീവിതത്തോട് ചേർന്ന് പഠിക്കുമ്പോൾ നമുക്കത് ഒത്തിരി അനുഗ്രഹമാണ്. രോഗത്തിൽ ഭാരപ്പെട്ട്, വേദനയിൽ ഭാരപ്പെട്ട്, ദുഃഖത്തിലിരിക്കുന്ന എത്രയോ ആളുകൾ യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ ആശ്വാസത്തിന്റെ വാക്കുകളും ഹല്ലേലൂയ വചനം
പറഞ്ഞുകൊടുത്ത് അവരെ ഉദ്ധരിക്കുന്നവരെ വിടുവിക്കുന്നു. നാം അത് കണ്ടിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കണ്ണുനീർ കൊണ്ട്, ദുഃഖം കൊണ്ട്, വേദന കൊണ്ടിരുന്ന ഒരു സമൂഹത്തെ എഴുന്നേൽപ്പിച്ചത് യേശുവിന്റെ വായിൽ നിന്ന് വന്ന അനേക വചനങ്ങള്. ആ വാക്കുകൾ നമുക്ക് ലഭിക്കപ്പെട്ടാൽ നാം ആരായി തീരുന്നേ മക്കളെ? പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതും അതിനു വേണ്ടിയാണ്. നമ്മുടെ അടുക്കലേക്ക് യേശു ഒത്തിരി ആളുകളെ വിടുന്നുണ്ട്. ഓരോ സമയത്തും നാം അറിയുന്നില്ല എന്നേ ഉള്ളൂ. സ്തോത്രം. അവർക്ക് വേണ്ടത് നമ്മുടെ നാവിൽ ദൈവം തരുന്നു എന്നുള്ളത്. ആ ഒരു ശ്രേഷ്ഠമേറിയ അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. കർത്താവ് പറഞ്ഞു, നിങ്ങളെ ഒരുപക്ഷെങ്കിൽ ഉപദ്രവിക്കുവാൻ വേണ്ടി, നിങ്ങളെ ചോദ്യം ചെയ്ത് കുഴപ്പിക്കുവാൻ, വലിച്ചിഴച്ചുകൊണ്ട് രാജാക്കന്മാരുടെ മുമ്പിൽ കൊണ്ടു നിർത്തും. അപ്പോൾ പോലും നിങ്ങൾ ഭാരപ്പെടേണ്ട, അവിടെ പറയേണ്ടത് നിന്റെ നാവിൽ ഞാൻ തരുമെന്ന്. അപ്പോൾ നമ്മുടെ നാവിൽ സമയാസമയങ്ങളിൽ തരേണ്ടതും പറയേണ്ടതുമായ വാക്കുകൾ ലഭിക്കുന്നുവെങ്കിൽ നാം എന്തിനു ഭാരപ്പെടും? അത് കിട്ടുന്ന ഒരു ശിഷ്യന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ്, ഈ അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രാവിലെ തോറും എന്നെ ഒന്ന് ഉണർത്തണമേ. അങ്ങയുടെ വാക്കുകൾ ഓരോ നിമിഷവും എന്നെ കേൾപ്പിക്കണമേ. എന്റെ നാവ് അങ്ങയുടെ വാക്കുകൾ പറയാൻ ഓരോ സമയത്തും ഇടയാക്കണമേ. ആ ഒരു മേഖലയിൽ ഒരു ജീവിതം എല്ലാവർക്കും കർത്താവ് തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയുടെ വാക്കുകളാണ് കർത്താവേ. ഹല്ലേലൂയ. ഏറ്റവും നല്ല വാക്കുകൾ, ചിലരെ താങ്ങുവാൻ, ചിലരെ ശക്തീകരിക്കുവാൻ, ചിലർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുവാൻ, ചിലരുടെ ജീവിതത്തിലെ വഴിതിരിച്ചു വിടുവാൻ, ചിലരുടെ ജീവിതം അനുഗ്രഹമാകുവാൻ. എന്റെ വാക്കുകൾ കൊണ്ട് ഇടയാകണമേ എന്ന് ഞാൻ ഓരോ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ നാവുകളെല്ലാം, നമ്മുടെ വാക്കുകളെല്ലാം അങ്ങനെയുള്ളതായി തീരട്ടെ. അരുതാത്ത വാക്കുകൾ, ആവശ്യമില്ലാത്ത വാക്കുകൾ നമ്മുടെ നാവുകളിൽ വരാതിരിക്കട്ടെ. യജമാനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു നാവായി നമ്മുടെ നാവ് മാറട്ടെ. ഈ വചനത്തിന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും വരട്ടെ. ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. എത്ര ശ്രേഷ്ഠമേറിയ ഒരു വചനമായി ഇന്ന് ഞങ്ങൾക്ക് തന്നത്. അങ്ങ് ഞങ്ങളെ ഉണർത്തി, അങ്ങയുടെ വാക്കുകൾ കേൾപ്പിച്ച്, അതെ, ഞങ്ങളുടെ നാവുകളിലൂടെ അങ്ങയുടെ വാക്കുകൾ പറയപ്പെടുന്ന ഒരനുഭവം അത് ഞങ്ങൾക്ക് തരണമേ അപ്പാ. ആ അനുഗ്രഹത്താൽ ഞങ്ങളെ നടത്തണമേ. അതേ കർത്താവേ, അനേക ഹല്ലേലൂയ സ്തോത്രം വേദനയിലിരിക്കുന്നവർ, അനേക ദുഃഖത്തിലിരിക്കുന്നവർ, അനേകർ ക്ഷീണിച്ചിരിക്കുന്നവരെ ശക്തീകരിക്കുവാൻ, എഴുന്നേൽപ്പിക്കുവാൻ, അന്ധകാരത്തിന്റെ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ചിലരെ അഴിച്ചുവിടുവാനൊക്കെ ഞങ്ങളുടെ നാവുകൾക്ക് ശക്തിയും അധികാരവും ഹല്ലേലൂയ ആ കൃപയും ഒക്കെ തരണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനായി ഞങ്ങളുടെ നാവുകളെ ഉപയോഗിക്കുവാൻ സമർപ്പിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്. സകലവും ഞങ്ങൾക്കായി ചുമച്ച സുവിശേഷം തന്നെയുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രദ്ധിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. അനുഗ്രഹിക്കപ്പെടുന്ന ദിനം ദൈവത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.